പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വെള്ളരി വർഗ്ഗ വിളകളൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രധാന ശത്രുവാണ് കായ്ച്ചകൾ. അപ്പൊ ഈ കായ്ച്ചകൾ ശല്യം വലിയ സാധാരണയായിട്ട് ഈ പടവലം, കയ്പ, വെള്ളരി, മത്തൻ എന്നിവയൊക്കെ നമ്മൾ നട്ട ശേഷം അതിൽ കായ വരുന്ന സമയത്ത്, പെൺപൂക്കളിൽ കായ പിടിച്ചു തുടങ്ങുന്ന സമയത്ത് ആണ് ഇവിടെ ശല്യം രൂക്ഷമായിട്ട് വരിക. ഇവ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കുഞ്ഞു കായകളിലെല്ലാം ഇവ മുട്ടയിട്ട് പെരുകും. അപ്പൊ ഈ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ലാർവകൾ ഈ കായ നശിപ്പിച്ച് കളയും. അപ്പൊ നമുക്ക് രാസ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടും ജൈവ കീടനാശിനികളൊക്കെ നമുക്ക് ഇതിനെ നശിപ്പിച്ച് കളയാം. പക്ഷെ നമ്മൾ നശിപ്പിച്ച് കളയും തോറും വീണ്ടും വീണ്ടും ഇവ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കിതിനെ വളരെയധികം മിതമായ രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തണം. കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ ഇത്തരം വിളകൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വൻ നാശം ഉണ്ടാവും. അപ്പൊ നമുക്ക് പരമ്പരാഗതമായിട്ട് കർഷകർ ഉപയോഗിക്കുന്ന ഒരു കെണിയെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട സാധനം വളരെ കുറച്ച് സാധനങ്ങൾ വേണ്ടിയുള്ളൂ. അതിന് വേണ്ടത് ഒരു പിടി തുളസിയിലയാണ്. ആ ഒരു പിടി തുളസിയില എടുത്ത ശേഷം നന്നായിട്ട് ചതച്ചെടുക്കുക അല്ലെങ്കിൽ അരച്ചെടുക്കുകയോ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര പൊടി കലർത്തുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിലേക്ക് അല്പം മാലത്തിയോണോ അല്ലെങ്കിൽ ഫ്യൂരിഡാനോ ചേർക്കണം. ഇവയിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് രണ്ടും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാരസെറ്റമോൾ 500 എന്നുള്ള ടാബ്ലറ്റ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഈ ടാബ്ലറ്റ്സ് നമ്മൾ എടുക്കുന്ന എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ഒരു ഗ്ലാസ് ലായനിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് ലായനിലേക്ക് ഒരു 3-4 ടാബ്ലറ്റ്സ് നമുക്ക് പൊടിച്ച് ചേർക്കാം. അങ്ങനെ ഈ ലായനി നമ്മൾ എടുത്തിട്ട് ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് നമുക്ക് കൃഷിത്തോട്ടങ്ങളിൽ തൂക്കിയിടാം. പാത്രങ്ങളിലാക്കി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ട് മഴവെള്ളം കയറാത്ത രീതിയിലുള്ള ടോപ്പുള്ള പാത്രങ്ങൾ എടുക്കാനാവുന്നതാവും. നമുക്ക് ഈ ബോട്ടിലുകൾ ഉണ്ടാവുമല്ലോ, സെവനപ്പിന്റെ അല്ലെങ്കിൽ പെപ്സിയുടെ ഒക്കെ ബോട്ടിലുകൾ നമുക്ക്. അപ്പൊ ഈ ബോട്ടിലേക്ക് നമ്മൾ ലായനി ഒഴിച്ചു കൊടുക്കാം. ആ ബോട്ടിൽ ലായനി ഒഴിച്ച ശേഷം ലായനി ഇല്ലാത്ത ബോട്ടിലിന്റെ ഭാഗങ്ങളിലെല്ലാം നമ്മൾ തീരണം. ഒരു ഈച്ചയ്ക്ക് അതിനുള്ളിൽ കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓട്ടകൾ ഇട്ട് കൊടുക്കുക. കാഴ്ചകളെല്ലാം ഇതിലേക്ക് ആകർഷിക്കപ്പെടും. ആകർഷിച്ച് വന്ന ശേഷം ഈ കുപ്പിയുടെ ദോരങ്ങൾ വഴി ഈ ലായനി കുടിക്കാൻ വേണ്ടി ഇവ അകത്ത് കയറും. അകത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. അപ്പൊ അവറ്റകൾ എന്തായാലും ലായനിലേക്ക് വീഴും. അതിന് അവർ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവ ചത്തു. നമ്മുടെ തോട്ടത്തിലുള്ള കാഴ്ചകളെല്ലാം ഈ കായകൾ ആക്രമിക്കുന്ന പകരം ഈ കുപ്പിയിലേക്ക് ആകർഷിച്ചു വരും. അങ്ങനെ നമുക്ക് കാഴ്ചകളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പൊ കാഴ്ചകൾ നിരന്തരം ചത്തുകൊണ്ടിരിക്കും. നമ്മളിത് തോട്ടത്തിൽ നമ്മൾ വെള്ളരി വിളകൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കെണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് തോട്ടങ്ങളിൽ ഒരുപാട് കാഴ്ചകൾ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ ഇതിനെ കൊണ്ട് പറ്റും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കെണി ഉണ്ടാക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 3-4 ദിവസം വരെ നമുക്ക് തോട്ടങ്ങൾ തൂക്കിയിടാം.